Hello friends, finally Oppo K13 Turbo and Turbo Pro release ആയിരിക്കുകയാണ്. 20k ബഡ്ജറ്റിലുള്ള ബെസ്റ്റ് ഫോൺസ് നോക്കുകയാണെങ്കിൽ അതിലൊന്ന് K13 ആയിരിക്കും. Oppo K13 കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ഫോൺസിനും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ചിപ്സെറ്റ്, റാം, റോം ഇതിൽ മാത്രമാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത്. എന്നാൽ ഇതിൽ കുറച്ച് യൂണിക് ഫീച്ചേഴ്സ് ആണ് ഉള്ളത്. റീസെന്റ് ഇതേ ചിപ്സെറ്റോട് കൂടി വേറൊരു മൊബൈൽ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രൈസ് വരുന്നത് 70 to 80k ബഡ്ജറ്റിലായിരുന്നു. എന്നാൽ ഇതിന്റെ പ്രൈസ് വരുന്നത് 30k ബഡ്ജറ്റിലാണ്. സോ ഇതിനെ കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. വീഡിയോ അവസാനം വരെ കാണാം. So get ready for a 5 minutes review. ഞാൻ അക്കു. Welcome to Akkus View. ഡിസൈൻ ആൻഡ് ബിൽഡിലേക്ക് വരികയാണെങ്കിൽ ടർബോ ആൻഡ് ടർബോ പ്രോ കാണാൻ സിമിലർ ആയിട്ട് തന്നെയാണ് ഉള്ളത്. ഇത് 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇത് മൂന്നും ഒരു പെർഫോമൻസ് ഫോക്കസ് ഗെയിമിംഗ് വൈബ് എല്ലാം തരുന്നുണ്ട്. ആൻഡ് ഇത് മൂന്നും കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്റെ ഫേവറേറ്റ് ആയ പർപ്പിൾ ഗ്രീൻ കോംബോ ആണ് കുറച്ചുകൂടെ സ്റ്റാൻഡ് ഔട്ട് ആയിരുന്ന പോലെ എനിക്ക് തോന്നിയത്. ദെൻ ഇതിൽ IR ബ്ലാസ്റ്റർ ഉണ്ട്. 18,000 RPM കറങ്ങുന്ന ഒരു ഇൻബിൽറ്റ് ഫാൻ ഉണ്ട്. അതിനായിട്ട് ഒരു എയർ ഔട്ട്ലെറ്റും ഉണ്ട്. ദെൻ ഇതിന്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 208 grams വരുന്നുണ്ട്. IPX6, IPX8 ആൻഡ് IPX9 വാട്ടർ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ഡസ്റ്റ് റെസിസ്റ്റൻസ് because of the fan mechanism. Then ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ 6.8 inch LTPS AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 93.4 സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബെസൽസ് എല്ലാം വളരെ തിന്നാണ്, ഒരു പ്രീമിയം ഫീൽ തരുന്നുണ്ട്. അതുപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ആൻഡ് 1800 nits പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ Dolby Vision and HDR10+ സപ്പോർട്ടും ഉണ്ട്. ദെൻ മൾട്ടിമീഡിയയിലേക്ക് വരികയാണെങ്കിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. അപ് ടു 300% ആംപ്ലിഫിക്കേഷൻ മോഡും ഉണ്ട്. ദെൻ ടച്ച് റെസ്പോൺസ് എല്ലാം വളരെ സ്മൂത്ത് ആണ് താങ്ക്സ് ടു ദ ചിപ്സെറ്റ്. എന്നാൽ ഇതിലുള്ള ഒരു നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്ത് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യാമായിരുന്നു. പെർഫോമൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോർ അടിപ്പിക്കാത്ത 5 minutes റിവ്യൂ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ദെൻ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ടർബോ പ്രോ വരുന്നത് Snapdragon 8s Gen 4 ചിപ്സെറ്റോട് കൂടിയാണ്. അറൌണ്ട് 2 to 2.1 million ആന്റിറ്റ്യൂഡ് സ്കോർ ഉണ്ട്. എ ട്രൂ ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമർ എന്ന് തന്നെ പറയാം. LPDDR5X RAM വരുന്നുണ്ട്. UFS 4.0 സ്റ്റോറേജ് വരുന്നുണ്ട്. ആൻഡ് വേരിയൻസ് നോക്കുകയാണെങ്കിൽ അപ് ടു 12GB RAM ആൻഡ് 256GB സ്റ്റോറേജ് വരെ ഉണ്ട്. ആൻഡ് റെഗുലർ ടർബോയിലേക്ക് വരികയാണെങ്കിൽ MediaTek Dimensity 8450 ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. 1.7 million ആന്റിറ്റ്യൂഡ് സ്കോർ വരുന്നത്. രണ്ട് ഫോണും നല്ല ഹൈ FPS സപ്പോർട്ട് ചെയ്യും. BGMI ഒക്കെ നിങ്ങൾക്ക് ഒരു 120 FPS കളിക്കാം. Genshin Impact 60 FPS കളിക്കാം. ടെമ്പറേച്ചർ എല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മാനേജ് ചെയ്യുന്നുണ്ട് താങ്ക്സ് ടു ദ 7000 mm² വേപ്പർ കൂളിംഗ് ചേമ്പർ. ദെൻ ബാറ്ററി ആൻഡ് ചാർജിംഗിലേക്ക് വരികയാണെങ്കിൽ 7000 mAh ബാറ്ററിയാണ് വരുന്നത് വിത്ത് 80 watts ചാർജിംഗ്. അറൌണ്ട് 8 to 9 hours ഓഫ് സ്ക്രീൻ ഓൺ ടൈം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതേപോലെ ഫാസ്റ്റ് ചാർജിംഗ് ആവുന്ന സമയത്ത് ഫാൻ ഓട്ടോമാറ്റിക്കലി ഓൺ ആവുന്നുണ്ടാവും. സോ ടെമ്പറേച്ചർ നല്ല രീതിക്ക് തന്നെ മാനേജ്ഡ് ആവും. അതുകൊണ്ട് തന്നെ 5 years ബാറ്ററി പ്രോബ്ലംസ് ഒന്നും വരില്ല എന്നാണ് ഓപ്പോ ക്ലെയിം ചെയ്യുന്നത്. Then coming to camera, primary sensor 50MP and depth sensor 2MP ആണ് വരുന്നത്. അൾട്രാ വൈഡ് ഇല്ല, അതേപോലെ ടെലിഫോട്ടോയും ഇല്ല. Then front camera നോക്കുകയാണെങ്കിൽ 60MP ആണ് വരുന്നത്. ഫോട്ടോ ക്വാളിറ്റി എല്ലാം ആവറേജ് തന്നെയാണ്. വീഡിയോ നോക്കുകയാണെങ്കിൽ 4K 60 FPS നിങ്ങൾക്ക് റിയർ ക്യാമറ യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യാം. അതേപോലെ ഫ്രണ്ട് ക്യാമറയിൽ ഫുൾ HD 30 FPS റെക്കോർഡ് ചെയ്യാം. ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് AI ഫീച്ചേഴ്സ് ലൈക്ക് ക്ലാരിറ്റി എൻഹാൻസർ, അൺബ്ലർ, റിഫ്ലക്ഷൻ റിമൂവർ എല്ലാം കിട്ടുന്നുണ്ടാവും. Then coming to software and UI, ഈ ഒരു മൊബൈൽ വരുന്നത് ColorOS 15 based on Android 15 ആണ്. Oppo 2 years of major update and 3 years of security update പ്രോമിസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരുപാട് ബ്ലോട്ട്വെയർസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അത് അൺഇൻസ്റ്റാളും ചെയ്യാം. ദെൻ ഓപ്പോസ് ഓൺ ഡയലർ വിത്ത് കോൾ അസിസ്റ്റൻസ് വരുന്നുണ്ട്. സോ കോൾ റെക്കോർഡിംഗ് അനൗൺസ്മെന്റ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കോൾ റെക്കോർഡ് ചെയ്യാം. ദെൻ കണക്ടിവിറ്റി ആൻഡ് ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ Wi-Fi 6 വരുന്നുണ്ട്, ബ്ലൂടൂത്ത് 5.4 വരുന്നുണ്ട്, IR ബ്ലാസ്റ്റർ ഉണ്ട്. എന്നാൽ നോ NFC ആൻഡ് നോ eSIM ഓപ്ഷൻ. സോ ഫൈനൽ തോട്ട്സ്, K13 ടർബോ ആൻഡ് ടർബോ പ്രോ ക്യാമറ ബേസ്ഡ് മൊബൈലേ അല്ല. സോ പ്യോർ പെർഫോമൻസ് തന്നെ നിങ്ങൾക്ക് ഇതിൽ എക്സ്പെക്ട് ചെയ്യാം. ക്യാമറയ്ക്ക് വേണ്ടി ഈ ഒരു ഫോൺ ഒരിക്കലും വാങ്ങിക്കരുത്. ഇതിന്റെ കൂളിംഗ് സിസ്റ്റം ആണെങ്കിലും ചിപ്സെറ്റ് ആണെങ്കിലും ഡിസ്പ്ലേ, ബാറ്ററി ഇതെല്ലാം പെർഫോമൻസ് ലവേഴ്സിന് ഒരു ബെസ്റ്റ് പിക്ക് തന്നെയായിരിക്കും. സോ ഇതുപോലത്തെ 5 minutes റിവ്യൂ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് റെഗുലർ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുള്ളൂ. സോ സീ യു സൂൺ വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ഫോർ നൗ.